ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഗ്രീൻ പീസ് വടയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ് ഗ്രീൻ പീസ് ഒരു 5 മണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് മുഴുവനായിട്ടും മിക്സിയിൽ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് വരാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ, നന്നായിട്ട് അരിഞ്ഞു പോകാൻ പാടില്ല. ചെറിയ ചെറിയ തരികളോടെ വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഇപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയി തന്നെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ശേഷം ഇത് മാറ്റി വയ്ക്കാം. ഇനി സെയിം ജാറിലോട്ട് 4 വറ്റൽമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞത് ഇട്ടുകൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ടുകൊടുത്തിട്ട് ഞാനിതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 8 ടേബിൾ സ്പൂൺ കടലപ്പൊടിയും 4 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല എരിവോട് കൂടിയിട്ടുള്ള, പുറമേക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു വെറൈറ്റി ഗ്രീൻ പീസ് വടയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി ഇതിലോട്ട് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് മാവ് നല്ല പെർഫെക്റ്റ് ആയി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ, അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. മാവ് ലൂസായി പോകാൻ പാടില്ല. ഈ ഒരു പാകത്തിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്രീൻ പീസ് വട ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കടായിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറേശ്ശെ മാവ് എടുത്തിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴതിൻ്റെ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടും. ഇനി ഇത് തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്, നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ നമുക്ക് മറ്റുള്ള എല്ലാ ഗ്രീൻ പീസ് വടകളും ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് ബാച്ചിലുള്ള ഗ്രീൻ പീസ് വടകളും അടിപൊളിയായി തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, ഒട്ടും എണ്ണയൊന്നും കുടിക്കാതെ എത്ര പെർഫെക്റ്റ് ആയിട്ട് അത് റെഡി ആയിട്ടുള്ളത്. ഉണ്ടാക്കി അപ്പോൾ തന്നെ നല്ല ചൂടോടെ കഴിക്കണം. അപ്പോഴാണ് റിയൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള ഗ്രീൻ പീസ് വട റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.